ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വതആല നമ്മ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ മക്കൾ നമുക്കൊക്കെ അറിയാം, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അനുഗ്രഹമായി നൽകിയതാണ്. ഒരിക്കലും നമ്മളുടെ ശാരീരികമായിട്ടുള്ള ഖുവ്വത്ത് കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും തറവാട്ട് മഹിമ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടിയതല്ല നമ്മുടെ മക്കൾ. നമ്മളെക്കാളും എത്രയോ മികവുള്ള, കരുത്തുള്ള, എത്രയോ വലിയ തറവാട്ടിലുള്ള, വലിയ സമ്പത്തുണ്ടായിരുന്ന, എല്ലാ സൗകര്യങ്ങളുള്ള ആളുകൾക്ക് അള്ളാഹു മക്കളെ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് തന്നെ പലരെയും അറിയാം. പല ആളുകളെയും നാട്ടുകാരിൽപ്പെട്ട, കുടുംബക്കാരിൽപ്പെട്ട, കൂട്ടുകാരിൽപ്പെട്ട പലരെയും നിങ്ങൾക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹമായി നമ്മൾക്ക് നൽകിയതാണ് ഈ മക്കൾ എന്നുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ട്? ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളാണ്. അവർ വീട്ടിലേക്ക് വരുമ്പോൾ, അവർ വരുന്നത് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും? അങ്ങോട്ട് ചെന്ന് എന്ത് ചെയ്യും? സ്വീകരിക്കും. സ്വന്തം മകളാണ്. പക്ഷെ ആ മകൾ വരുന്നത് കാണുമ്പോൾ അവൾ അങ്ങോട്ട് ചെന്ന് സ്വീകരിക്കുകയും കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന തൊട്ടടുത്ത് ചേർത്ത് ഇരുത്തുകയും ചെയ്യും. ഇതുപോലെയൊക്കെ മക്കളോട് നമ്മളൊരിക്കലും എന്തിനാ റഹ്മത്ത്? നമ്മുടെ മക്കളല്ലേ, എന്തിനാണ് റഹ്മത്ത് കാണിക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്നത്? എന്തിനാ? നമ്മളൊരിക്കലും മസിൽ പിടിച്ചിരിക്കണ്ട. നമ്മളുടെ റഹ്മത്ത്, നമ്മുടെ മനസ്സിലുള്ള ആ റഹ്മത്ത് നമ്മൾ എന്ത് ചെയ്യും? മക്കളോട് കാണിക്കുക. അത് കാണിക്കുക തന്നെ വേണം. ഉള്ളിൽ കുറേ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ പ്രകടിപ്പിക്കുക തന്നെ വേണം. കാണിക്കണം മക്കളോട്. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കും. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കേട്ടിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടിനെ തോളിൽ വെച്ച് നിസ്കരിക്കുക നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമുക്കൊക്കെ അറിയുന്ന സംഭവമാണ്. റുക്കൂയിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? തോളെന്ന് ഈ കുട്ടിയെടുത്ത് നിരത്ത് വെക്കും. വീണ്ടും അടുത്ത റക്അത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ആ കുട്ടിയെടുത്ത് തോളിൽ വെക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു നിസ്കാരത്തിൽ, ജമാഅത്ത് നിസ്കാരത്തിൽ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദും വീടും തൊട്ടടുത്തടുത്ത ഒരു ചെറിയൊരു മറ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ. അപ്പൊ നിസ്കാരത്തിനിടയിൽ ഏതൊരു പേരക്കുട്ടി വന്നു, നമുക്കറിയാം ഏതെങ്കിലും ഒരു കുട്ടി അങ്ങോട്ട് ഓടിപ്പോവല്ലോ. അങ്ങനെ ഒരു കുട്ടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതുകത്ത് കയറിയിരുന്നു. അത് ആരും അറിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലായിട്ട് കുറേ നേരമായിട്ട് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാതായപ്പോൾ സ്വഹാബത്ത് തല ഉയർത്തി നോക്കി, എന്തെങ്കിലും പറ്റിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും അപകടം സംഭവിച്ചോ? എന്തെങ്കിലും തളർന്നു വീഴുക, എന്തെങ്കിലും പറ്റിപ്പോയോ എന്ന രൂപത്തിൽ പേടിച്ചുകൊണ്ട് അവർ തല ഉയർത്തി നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതുകിൽ എന്ത് ഒരു കുട്ടി ചാടി കളിച്ചുകൊണ്ടിരിക്കുക. ഈ കുട്ടിയുടെ കളി നിർത്താൻ വേണ്ടി, അത് അവസാനിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെയിറ്റ് ചെയ്യുന്നത്. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം റഹ്മത്ത് കാണിച്ചിരുന്നു. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാനീ പറയുന്നത് വളരെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം. നൂറുകണക്കിന് ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് സ്വന്തം മക്കളോട് മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ട്? ഇപ്പോൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമാണ്. ആ അനസ് ഇബ്നു മാലിക്കിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറിയ സന്ദർഭം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ഇബ്നു മാലിക്കിനെ ഒരു കാര്യം ഒരാളിലേക്ക് പറഞ്ഞുവിടാൻ, ഒരു കാര്യം ഏൽപ്പിച്ചുകൊണ്ട് ഒരാളിലേക്ക് പറഞ്ഞുവിടുക. ഇന്ന ആളത്ത് പോയിട്ട് ഇന്ന കാര്യം പറയണം, എന്തോ ഒരു കാര്യം, എനിക്ക് ആ കാര്യം കൃത്യമായിട്ട് ഓർമ്മയില്ല. പോകുന്ന വഴിക്ക് അനസ് ഇബ്നു മാലിക്കിന് അന്ന് 10, 11, 12 വയസ്സുള്ളൂ, ചെറിയ കുട്ടിയാണ്. അപ്പൊ പോകുന്ന വഴിക്ക് മദീനത്തെ ഏതൊക്കെ കുട്ടികൾ അങ്ങനെ തെരുവിൽ കളിക്കുന്നുണ്ട്. അപ്പൊ ഈ കളി കണ്ടപ്പോ അനസ് ഇബ്നു മാലിക് അവിടെ കളി നോക്കി നിന്നുപോയി. ആ വിട്ട കാര്യം മറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ച കാര്യം മറന്നു. കുറെ നേരം കഴിഞ്ഞിട്ട് അനസ് ഇബ്നു മാലിക്കിനെ കാണാതായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ഇബ്നു മാലിക് അന്വേഷിച്ചു പോയപ്പോ അനസ് ഇബ്നു മാലിക് എന്ത് ചെയ്യാണ്? ആ കളിസ്ഥലത്ത് കുട്ടികൾ കളിക്കുന്ന നോക്കി നിൽക്കുകയാണ്. നമ്മളൊക്കെയാണ് എന്താ ചെയ്യുക? നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? സ്വന്തം മകൻ പോലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെലവിൽ വളരുന്ന ഖാദിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞിട്ടില്ല, പുറകിൽ പോയി നിന്നു. അപ്പൊ പുറകിൽ ആരും ഉണ്ടെന്ന് മനസ്സിലായപ്പോ അനസ് ഇബ്നു മാലിക് തിരിഞ്ഞു നോക്കിയപ്പോ ആരാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതും ഒന്നും പറഞ്ഞിട്ടില്ല. നീ എന്താ എത്ര നേരം ഇവിടെ ഒന്നും ചോദിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് അനസ് ബിൻ മാലിക്കിന് ഓർമ്മ വന്നു, ഒറ്റ ഓട്ടം ഓടി. പറഞ്ഞ കാര്യം പൂർത്തിയാക്കാൻ ഒരൊറ്റ ഓട്ടം ഓടി, ഒന്നും പറഞ്ഞിട്ടില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അറിയോ, 10 വർഷം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് എന്തിനാണ് നീ അത് ചെയ്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യാതിരുന്നിട്ട് നീ എന്തേ ഇത് ചെയ്തിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഒന്നും പറയണ്ട, ഒന്നും പ്രതികരിക്കേണ്ട എന്നല്ല അതിന്റെ അർത്ഥം. നമ്മളുടെ പ്രസൻസിന് അവിടെ ഒരു വാല്യൂ ഉണ്ടാവണം. നമ്മൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ കുട്ടിക്ക് അതെന്ത് ചെയ്യണം? അതിൻ്റെതായ രൂപത്തിൽ പെരുമാറാൻ ആ കുട്ടിക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ എല്ലാത്തിനും അതിൻ്റെതായ വളരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുകയാണെങ്കിൽ, ചെറുതും വലുതും എല്ലാത്തിനും നമ്മൾ വളരെ വലിയ വഴക്ക് പറയുകയാണെങ്കിൽ, ആ കുട്ടി പിന്നെ നമ്മൾ കണ്ടാൽ ഒരു വിലയും കൽപ്പിക്കൂല. പാപ്പ ഉണ്ടെങ്കിലും എന്താ, കുട്ടിക്കൊരു വില ഉണ്ടാവൂല. അത് നമ്മളായിട്ട് വില കളയുന്നതാ. നമ്മളായിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ നമ്മുടെ വില കളയാം. ഗൗരവമുള്ളതിനും ഗൗരവം ഇല്ലാത്തിനും ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ ചീത്തയും വഴക്കും എങ്ങനെ നമ്മൾ പറയേണ്ടിടത്ത് പറയേണ്ടതുപോലെ പറയുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് നമ്മൾ പറയേണ്ടി വരില്ല. നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ തന്നെ കുട്ടി മാറും. പറയേണ്ട കാര്യങ്ങൾ എന്നുവെച്ചാൽ ഇത് പറയാതെ പറ്റൂല, അങ്ങനത്തെ ഒരു കാര്യം. അതിന് നമ്മൾ ഏറ്റവും പറയേണ്ട രൂപത്തിൽ എത്രത്തോളം അതിന് സ്ട്രോങ് വേണോ ആ രൂപത്തിൽ അതിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സന്ദർഭത്തിൽ നമ്മൾ പറയേണ്ടി വരും. നമ്മൾ കാണുമ്പോൾ തന്നെ പ്രസൻസ് കൊണ്ട് അതിന് എന്ത് ചെയ്യും? ആ കുട്ടിക്ക് മാറ്റം വരും. ഇത് നമ്മൾ എന്ത് തൊട്ടതിനും പിടിച്ചതിനൊക്കെ നമ്മൾ വഴക്ക് പറയാനോ ഇങ്ങനാക്കെന്ന് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ നമ്മളെ കണ്ടാലോ ആ കുട്ടിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. വളരെ ഗൗരവം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ പരമാവധി നമ്മുടെ ഭാര്യയ്ക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഹറാമ് ചെയ്യുന്നതോ വാജിബ് മിസ്സാകുന്നതോ അല്ലാത്ത ബാക്കി എല്ലാത്തിനും വിട്ടുകൊടുക്കുക. നമുക്കത് ഇഷ്ടമല്ലെങ്കിൽ പോലും, നമ്മളത് ശീലിച്ചിട്ടില്ലെങ്കിൽ പോലും എത്രത്തോളം വിട്ടുകൊടുക്കാൻ പറ്റുമോ, എത്രത്തോളം താഴ്ന്നു കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം വിട്ടുകൊടുക്കുക, അത്രത്തോളം താഴ്ന്നു കൊടുക്കുക. ഏതുവരേക്കും അതിലൊരു ഹറാമ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ഈ ഒരു വാജിബ് നഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനെ ആകുമ്പോൾ നമ്മൾ നിർത്തുക, ആ ഒരു പരിധിക്ക് നിർത്തുക. അപ്പൊ ആ കുട്ടിക്ക് മനസ്സിൽ എന്ത് വരും? ബോധം വരും, എൻ്റെ ഉപ്പ വെറുതെ പറയല്ലത് എന്നാ കുട്ടിക്ക് മൈൻഡിൽ വരും. എത്ര ചെറിയ കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് തിരിച്ചറിയും, എൻ്റെ ഉപ്പ എന്നോട് ഇങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെന്തോ ഇത്രയും വളരെ ഗൗരവമുള്ള എന്തൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഉപ്പ ഇങ്ങനെ പറയാറില്ല എന്നാ കുട്ടിക്ക് തിരിച്ചറിവ് വരും. പക്ഷെ ഈ തിരിച്ചറിവ് എപ്പോ കിട്ടൂല? എന്തിനും ഈ ഒരു വഴക്കും ദേഷ്യവും ഉണ്ടെങ്കിൽ ഈ ഒരു തിരിച്ചറിവ് കിട്ടൂല. അത് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. റഹ്മത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റഹ്മത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരാൾ നന്നാവുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായിട്ട് ഒരാൾ നന്നാവുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് അവന്റെ കൽബ് നന്നാവല. ഒരാൾ നന്നാവുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് അവന്റെ കൽബ് നന്നാവല. എങ്ങനെ കൽബ് നന്നാവുക? എങ്ങനെയാ? പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നില്ലേ, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, അറിഞ്ഞുകൊള്ളുക ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലുഹു, അത് ശരിയായാൽ ശരീരം മൊത്തം ശരിയാവും. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാൽ ശരീരം മൊത്തം കേടുവരും. അലാ വഹിയൽ ഖൽബ്, ഏതാണ് മാംസകഷ്ണം? കൽബാണ്. അപ്പൊ നമ്മുടെ മക്കളെ നന്നാക്കുമ്പോൾ തുടങ്ങേണ്ടത് എവിടെ നിന്നാ? അവന്റെ കൽബ് നന്നാകുന്ന കാര്യങ്ങൾ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. കാരണം അവിടെ ശരിയായാൽ ബാക്കിയൊക്കെ ശരിയാവും. അവന്റെ സംസാരം നന്നാവും, പ്രവർത്തനം നന്നാവും, നോട്ടം നന്നാവും, പോകുന്ന സ്ഥലങ്ങൾ നന്നാവും, എല്ലാം നന്നാവും. കൽബ് എങ്ങനെ നന്നാക്കുക? കൽബ് നന്നാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്നുള്ളത് തൗഹീദാണ്. ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്നുള്ളത് തൗഹീദാണ്. ശ്രദ്ധിക്കണം. കൽബ് നന്നാകുന്നതിൽ അതിന്റെ അടിസ്ഥാനം എന്നുള്ളത് തൗഹീദാണ്. തൗഹീദ് കൊണ്ട്
കൽബ് ശുദ്ധിയാകുന്നത് പോലെ മറ്റൊരു കാര്യം കൊണ്ടും കൽബ് നന്നാവും. ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളിൽ നമ്മൾ എന്ത് ചെയ്യണം? തൗഹീദ് നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ചെറിയ കുട്ടിയായിരുന്നു. ആ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താ? യാ ഗുലാം, ഏ കുട്ടിയെ, ചെറിയ മോനെ, പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കുറച്ച് കാര്യങ്ങൾ, ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ചില കാര്യങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറച്ച് അധ്യാപനങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, എല്ലാം ഒരു കുട്ടിയുടെ ഹൃദയത്തെ റബ്ബുമായിട്ട് കണക്ട് ചെയ്യല, വേറൊരാളുമായിട്ട് അവിടെ ബന്ധം വരുന്നില്ല. വേറൊരാളുമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നില്ല, ബന്ധം വരുന്നില്ല. അതിൽപ്പെട്ടൊരു കൽപ്പനയാണ് എന്ത്? ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ ആരോട് ചോദിക്കുക? അള്ളാഹുവിനോട് ചോദിക്കുക. ചെറിയ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹുവിനേക്കാൾ എന്തും തരാൻ സാധിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? അവനേക്കാൾ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? ഏത് മുസ്ലിമോട് ചോദിച്ചാലും അവൻ ഒരു സംശയമില്ലാതെ പറയും, അള്ളാഹുവിനേക്കാൾ കഴിവുള്ള ആരുമില്ല. അള്ളാഹുവിനേക്കാൾ വലിയ ഖജനാവുകളുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അള്ളാഹുവിനേക്കാൾ വാരിക്കോരി കൊടുക്കുന്നവൻ വേറെ ആരെങ്കിലും ഉണ്ടോ? അള്ളാഹുവിനേക്കാൾ നമ്മുടെ പ്രാർത്ഥനകൾ അറിയുന്നവൻ വേറെ ആരെങ്കിലും ഉണ്ടോ? അള്ളാഹുവിനേക്കാൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ അള്ളാഹു അല്ലാത്തോട് ചോദിക്കേണ്ട ആവശ്യം എന്താ? ചോദിക്കുകയാണെങ്കിൽ ഇദാ സഅൽത ഫസ്അലില്ലാഹ്, ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. കുറേ കാര്യങ്ങൾ ആ ഹദീസിലുണ്ട്, ഞാൻ മുഴുവൻ പറയുന്നില്ല, ഞാൻ മനസ്സിലാൻ വേണ്ടി പറയാം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു കാര്യം, അതേ ഹദീസിൽ തന്നെ മറ്റൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വഅലം, നീ അറിയണം, ലൗ അന്നൽ ഉമ്മത ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ചെറിയ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, ഈ ദുനിയാവിലുള്ള എല്ലാ ആളുകളും നിനക്കൊരു ഹൈർ എത്തിക്കാൻ വിചാരിക്കും. എല്ലാവരും ചേർന്നിട്ട് നിനക്കൊരു നന്മ എത്തിക്കാൻ അവരെന്ത് ചെയ്യാൻ? പരിശ്രമിക്കാൻ. അങ്ങനെ പരിശ്രമിച്ചാൽ പോലും അള്ളാഹു നിനക്ക് കണക്കാക്കിയതല്ലാത്ത ഒരു ഹൈർ, ഒരു തരി കൂടുതൽ അവർക്ക് നിനക്ക് എത്തിക്കാൻ സാധിക്കില്ല. അള്ളാഹു നിനക്ക് കണക്കാക്കിയതിന്റെ ഒരു തരി കൂടുതൽ അവർക്ക് നിനക്ക് എത്തിക്കാൻ സാധിക്കില്ല. നേരെ തിരിച്ചും പറഞ്ഞു കൊടുക്കാൻ, എല്ലാവരും, ദുനിയാവത്തെ എല്ലാ ആൾക്കാരും, അവർ നിനക്കൊരു ഷർറ് എത്തിക്കാൻ ആഗ്രഹിക്കാം. നിന്നെ ഒറ്റപ്പെടുത്താനോ, കുറ്റപ്പെടുത്താനോ, ദ്രോഹിക്കാനോ, കൊലപ്പെടുത്താനോ, പ്രയാസപ്പെടുത്താനോ, കളിയാക്കാനോ, എങ്ങനെ എന്തെങ്കിലും ഷർറിനെ അവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു നിനക്ക് കണക്കാക്കിയതിൽ നിന്ന് ഒരു തരി കൂടുതൽ അവർക്ക് നിനക്ക് ഷർറ് എത്തിക്കാനും സാധിക്കില്ല. ഇതെന്തിനാ പറയുന്നത്? ഇത് ഒരാൾ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ആളുകളുടെ തൃപ്തി പരിഗണിക്കുന്നില്ല. ആൾക്കാരെന്തെങ്കിലും പറയാതിരിക്കാവുന്ന ഒരു വിഷയനാക്കുക. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ റബ്ബിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെക്കുള്ളൂ. ആൾക്കാർ തൃപ്തിപ്പെട്ടോ തൃപ്തിപ്പെടാതിരിക്കുക, കളിയാക്കാതിരിക്കുക, ഒറ്റപ്പെടുത്താതിരിക്കുക, അതൊന്നും അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ ആകില്ല. അവന്റെ ഹൃദയം റബ്ബുമായിട്ട് ബന്ധിപ്പിക്കപ്പെടും. റബ്ബിനെ തൃപ്തിപ്പെടുത്തുകയാണെങ്കിൽ ആരവനെപ്പറ്റി വെറുത്താലും എന്തൊക്കെ പറഞ്ഞാലും അവനതൊരു വിഷയമേ ആകില്ല. ഈ രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിൽ റബ്ബിനോടുള്ള സ്നേഹം, റബ്ബിനോടുള്ള മഹത്വം, ഇത് നമ്മുടെ ഹൃദയത്തിൽ നിറയണം. നമ്മുടെ ഹൃദയത്തിലെ നമ്മുടെ കുട്ടിയുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ സ്ഥാനം അള്ളാഹുവിനായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കുട്ടിയുടെ ഹൃദയത്തിൽ അള്ളാഹുവിനേക്കാൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അതേ സ്ഥാനം മറ്റേതെങ്കിലും ശക്തികൾക്കോ വ്യക്തികൾക്കോ ഉണ്ടെങ്കിൽ അവിടെ തന്നെ പഴച്ചു. പിന്നെ നമ്മൾ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല, എത്ര നല്ല രൂപത്തിൽ പെരുമാറിയിട്ടും കാര്യമില്ല. നമ്മുടെ കുട്ടിയുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോളം സ്ഥാനം, അള്ളാഹുവിനോളം മഹത്വം, അവൻ അള്ളാഹുവിനേക്കാൾ സ്നേഹിക്കുന്നത് മറ്റേതെങ്കിലും ശക്തികളെയോ വ്യക്തികളെയോ ആണെങ്കിൽ പിന്നെ നോക്കേണ്ടതില്ല.
ഒരിക്കലും അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ കുട്ടിയുടെ ഹൃദയത്തിൽ മറ്റാരോടും സ്നേഹം ഉണ്ടാകാൻ പാടില്ല. ഏറ്റവും അധികം അവൻ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെ ആയിരിക്കണം, മാതാപിതാക്കളെ പോലും. അത് നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്നോടൊരു ഹറാം ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ മോനെ മോളെ നീ അനുസരിക്കരുത്, കാരണം നീ എന്നെക്കാൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. ആ രൂപത്തിൽ നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം? വളർത്തിയെടുക്കണം. ഒന്നാമത്തെ കാര്യത തൗഹീദാണ്. ഈ തൗഹീദ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ അള്ളാഹുവിന്റെ വിശേഷണങ്ങളും പേരുകളൊക്കെ പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിന് ഒരുപാട് ഏറ്റവും നല്ല നല്ല വിശേഷണങ്ങളും നാമങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ നമ്മുടെ മക്കൾക്ക് കഥകളായിട്ടും അല്ലെങ്കിൽ ഇടയ്ക്കുള്ള സംസാരങ്ങളായിട്ടും നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അള്ളാഹുവിനെ പറ്റി പറയാൻ. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മകനോ മകളോ എന്തെങ്കിലും വലിയൊരു സാധനം, ആനയോ മലയോ മരങ്ങളോ അല്ലെങ്കിൽ വളരെ പച്ചപ്പുള്ളൊരു സ്ഥലമോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് ആ കുട്ടി അത് ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ചാൻസ് ഉപയോഗപ്പെടുത്തണം. മോളെ, ഇത് അള്ളാഹ് ഉണ്ടാക്കിയതാണ്. അള്ളാഹ് ഉണ്ടാക്കിയതിന് ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് എത്ര ഭംഗിയുണ്ടാവും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ വലിയ ഭീമാകാരമായിട്ടുള്ള പർവ്വത സമാനമായിട്ടുള്ള വലിയ വലിയ സൃഷ്ടിപ്പുകളെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മോളെ മോനെ, ഇതുണ്ടാക്കിയത് അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവിന് എത്ര വലിപ്പമുണ്ടാവും. നമ്മൾ നല്ല നല്ല അള്ളാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ മക്കളിൽ എന്ത് ചെയ്യണം? നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അതിന് കിട്ടുന്ന ഓരോ സന്ദർഭങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ചാൻസുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹുവിനെ പറ്റി പറയാൻ. അങ്ങനെ ആ കുട്ടിയുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോളം മഹത്വമുള്ള സ്നേഹമുള്ള മറ്റൊരു കാര്യവും ഇല്ലാത്ത രൂപത്തിൽ ആക്കിയെടുക്കുന്നിടത്ത് നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ വിജയിക്കുന്ന അവിടെയാണ്. ബാക്കിയൊക്കെ പിന്നെ എളുപ്പമാവും. അവിടെ നമ്മൾ വിജയിച്ചാൽ പിന്നെ എല്ലാം എളുപ്പമാണ്, എല്ലാം എളുപ്പമാവും. ഇതാണ് ആദ്യത്തെ പടി, ഫസ്റ്റത്തെ പടി. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അതാണ് നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ ഏറ്റവും സ്നേഹം, ഏറ്റവും ആ കുട്ടി പേടിക്കേണ്ടതും ഏറ്റവും കൂടുതൽ ആ കുട്ടി എന്താണ് മഹത്വം കൊടുക്കേണ്ടതും ഏറ്റവും കൂടുതൽ ആ കുട്ടി ഹൃദയത്തിൽ വലിയ സ്ഥാനം നൽകേണ്ടതും അള്ളാഹുവിനായിരിക്കും. ബാക്കി എന്തും അതിൽ കഴിഞ്ഞിട്ടായിരിക്കും. ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ വളർത്തിയെടുക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ രൂപത്തിൽ അതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യും? കഥകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നബിമാരുടെ ചരിത്രങ്ങൾ നമുക്കറിയാം. ഖുർആൻ ഒരു തവണയെങ്കിലും ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അർത്ഥം പറഞ്ഞ് വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ഖുർആനിൽ ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് ഹറാം ഹലാലുകളല്ല, ഇത് ചെയ്യരുത് എന്നുള്ള കൽപ്പനകളല്ല. ഖുർആനിൽ ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് ചരിത്രങ്ങൾ. ഈ ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതല്ല നമ്മുടെ മക്കൾക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന കഥകളൊക്കെ ഒരു അടിസ്ഥാനമില്ലാത്ത, ഒരു ലോജിക്കും ഇല്ലാത്ത, പലതും തെറ്റായ ആശയങ്ങൾ അടങ്ങുന്ന കഥകളാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഒരിടത്തൊരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു, പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത കുറെ നുണക്കഥകളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം അത്രയധികം ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട് മുസ്ലിമീങ്ങൾക്ക്. ഖുർആനിൽ തന്നെ എത്രയധികം ചരിത്രങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, സൂറത്തുൽ ബുറൂജിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു ചരിത്രമുണ്ട്. അവിടെ ചരിത്രം വിശദമായിട്ട് പറയുന്നില്ല, ഒരു സൂചന മാത്രം നൽകുന്നുള്ളൂ. എന്നാൽ ആ ചരിത്രം ഹദീസിൽ സ്വഹീഹ് മുസ്ലിമിൽ വിശദമായി വന്നിട്ടുണ്ട്, ആദ്യം മുതൽ അവസാനം വരെ. എന്താണ്? ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ സംഭവം അത് വളരെ മനോഹരമായ, എത്ര ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന, എന്നാൽ ആ കഥ കേൾക്കുമ്പോൾ ആ കുട്ടിയുടെ ഹൃദയത്തിൽ ഈമാനും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടിയും അള്ളാഹുവിനെയാണ് നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യവും നമ്മൾ തൗഹീദുള്ളവരായിരിക്കണം, ഇതൊക്കെയും ആ കഥയിലൂടെ കിട്ടും. ഒറ്റൊരു കഥ, സിമ്പിളായിട്ടുള്ള കഥ. എന്നാൽ ഈ ഗുണങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ, ആ കുട്ടിയുടെ മനസ്സിൽ പ്രവേശിക്കാൻ വളരെ എഫക്റ്റീവായിട്ടുള്ള കഥയാണ്. അത് ഞാൻ വിശദീകരിക്കുന്നത് വലിയൊരു കഥയാണ്. സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്ന കഥയാണ്, സ്വഹീഹ് മുസ്ലിമിലുള്ള കഥയാണ്. നമ്മൾ ഇത്തരം, ഞാൻ ഉദാഹരണമായിട്ട് പറയും, നമ്മൾ ഇങ്ങനെയുള്ള
സംഭവങ്ങൾ, ചരിത്രങ്ങൾ ഇത് നമ്മൾക്ക് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് ഈ നബിമാരിൽ തന്നെ ഏറ്റവും ഉത്തമനാണ് ആര്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രത്തെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മളുടെ മക്കൾക്ക് നമ്മളുണ്ട് മാതാപിതാക്കളായിട്ട്. എന്നാൽ ഉപ്പയും ഉമ്മയും ഇല്ലാത്ത രൂപത്തിൽ വളർന്നവനാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മുടെ മക്കൾ പല സന്ദർഭത്തിലും നമ്മളുടെ അഭാവത്തിൽ പല ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമ്പോൾ, നമുക്ക് വയ്യായിക വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തിരക്കിൽപ്പെട്ടു പോകുമ്പോഴോ നമ്മുടെ മക്കൾ പ്രയാസപ്പെടുമ്പോൾ ആ മക്കളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ നിലയ്ക്ക് നമ്മൾ എപ്പോഴും അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? അപ്പൊ പറഞ്ഞു കൊടുക്കുക, മോനെ മോളെ, ഞാൻ കുറച്ചു നേരം നിന്റെ കൂടെ ഇല്ലാതിരിക്കുന്ന നിനക്ക് എത്ര പ്രയാസമായിട്ടുണ്ടെങ്കിൽ, നിനക്ക് ഉപ്പയില്ലെങ്കിൽ അല്ലെങ്കിൽ ഉമ്മയില്ലെങ്കിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും? നിനക്കറിയോ, നിന്റെ റസൂല് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജനിക്കുന്നതിന് മുമ്പേ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 6 വയസ്സാകുമ്പോഴേക്കും ആ റസൂലിന്റെ ഉമ്മയും മരണപ്പെട്ടിട്ടുണ്ട് എന്ന് കുട്ടിക്ക് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഓരോ സന്ദർഭത്തിൽ എന്ത് ചെയ്യുക? നമ്മൾ അവരെ ഈ കാര്യവുമായിട്ട് കണക്ട് ചെയ്യുക, അള്ളാഹുലേക്ക്, അവരുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കണക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ അവരെ വളർത്തിയെടുക്കുക. വളരെ സിമ്പിളാണ്. അപ്പൊ നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ഈ ഒരു ഇഷ്ടം മറ്റെല്ലാത്തിനേക്കാളും വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ ബാക്കിയൊക്കെ സിമ്പിളാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ചുരക്ക കറി, വീട്ടിൽ ചുരക്ക കറി വെക്കുകയാണെങ്കിൽ, ചുരക്ക അറിയില്ലേ നിങ്ങൾക്ക്? കുമ്പളങ്ങ പോലത്തെ നീളത്തിലുള്ള അത് വീട്ടിൽ കറി വെക്കുമ്പോൾ എന്ത് ചെയ്യുക? മക്കൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ പറയാ, മോളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ കറി അങ്ങേയറ്റം ഇഷ്ടമായിരുന്നു. കറിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ട്? എല്ലാ ഭാഗത്തും പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ചുരക്ക പ്രത്യേകം തിരഞ്ഞ് എടുത്ത് എന്ത് ചെയ്യാറുണ്ട്? കഴിക്കാറുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഓരോ സാഹചര്യം എന്ത് ചെയ്യുക? നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ആ രൂപത്തിൽ വളർത്തിയെടുക്കുക. അതല്ല നമ്മൾ പ്രത്യേക ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് സാഹചര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇഷ്ടം വളർത്തിയെടുക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചുള്ള ഇഷ്ടം വളർത്തിയെടുക്കാൻ നമ്മുടെ ഒരുപാട് സാഹചര്യങ്ങൾ കിട്ടും. നമ്മൾ ചെറുപ്പം മുതലേ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, ആയത്തും ഹദീസുകളും ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അള്ളാഹ് അങ്ങനെ ആയത്തിൽ പറഞ്ഞിട്ടില്ലേ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ലേ? നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് മക്കളോട് ചോദിക്കുക. അങ്ങനെ എപ്പോഴും എന്തെങ്കിലും ആയത്തുമായിട്ട് ഹദീസായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക? അവരെ കണക്ട് ചെയ്യുക. നല്ല നല്ല ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക. അപ്പൊ വെള്ളപ്പൊക്കം വരുന്നുണ്ട് അല്ലേ? അള്ളാഹു എല്ലാ ഫിത്നകളും എല്ലാ പ്രയാസങ്ങളും നമ്മൾ രക്ഷിക്കുമാറാവട്ടെ. ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. നൂഹ് അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ വന്ന വെള്ളപ്പൊക്കത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക. മനുഷ്യ ചരിത്രത്തിൽ അതുപോലത്തെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക? അവരുമായിട്ട് കണക്ട് ചെയ്യുക. അല്ലെ, ആനയെ കാണുമ്പോൾ ആനക്കലഹം, കാബ പൊളിക്കാൻ അബ്രഹത്താനിമ വന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ മക്കൾ വളർത്തിയെടുത്താലുണ്ടല്ലോ പിന്നെ നമുക്ക് അവരെ പറ്റി ഒരു പ്രയാസം, ഒരു വേവലാതി ഉണ്ടാവേണ്ടി വരില്ല. നമ്മൾക്ക് അവരെ പറ്റി ഒരു ടെൻഷൻ അടിക്കേണ്ടി വരില്ല. ബീദിനില്ല, അവർ ഏറ്റവും നല്ല മക്കളായിത്തീരും, ഏറ്റവും നല്ല ആളുകളായിത്തീരും. പക്ഷെ നമ്മൾക്ക് പറ്റുന്ന പ്രശ്നം എന്താന്ന് വെച്ചാല്, നമ്മളിങ്ങനെ പലതരത്തിലുള്ള മക്കള്, ചെറിയ മക്കളല്ലേ, ഇപ്പൊ തന്നെ നമ്മളിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹ് പറഞ്ഞു, അല്ലെങ്കിൽ ആയത്ത് പറയാ, ഹദീസ് പറയാ, ഇതൊക്കെ എന്റെ മക്കൾക്ക് ഇപ്പൊ തന്നെ വേണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് അവരെന്തായാലും പഠിക്കുന്നുണ്ടല്ലോ, മദ്രസയിൽ പോവും, അവിടെ പോവും, ഇവിടെ പോവും. അപ്പൊ ഇപ്പൊ തന്നെ ഇതിങ്ങനെ പറഞ്ഞ് അവർക്കൊരു ഇതാകണ്ട. അങ്ങനല്ല, നമ്മൾ പറഞ്ഞ് മടുപ്പിക്കുക എന്നുള്ളത് ശരി തന്നെ, അത് മടുപ്പുണ്ടാവും, അത് പാടില്ല. എപ്പോഴും അതന്നെ പറഞ്ഞ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവരുടെ മൈൻഡ് സെറ്റൊക്കെ നോക്കി, അവരുടെ താല്പര്യങ്ങളൊക്കെ നോക്കി, ഇതൊക്കെ കണ്ടും പരിഗണിച്ചിട്ട് എന്ത് ചെയ്യുക? ഇടയ്ക്കിടയ്ക്ക് കുറച്ചായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും എന്ത് ചെയ്യരുത്, എപ്പോഴും അത് തന്നെ പറഞ്ഞ് അവരെ പ്രയാസപ്പെടുത്തരുത്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഇവിടെ എത്രയും താല്പര്യമുള്ള ആൾക്കാരാണ്, ഒരുപാട് നേരം തന്നെ സംസാരിക്കും, നിങ്ങൾക്ക് തന്നെ ഒരു ഉറക്കവും അടുപ്പൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെ.
ഒറ്റയടിക്ക് കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ആവർത്തിച്ച് കുറേ പറയുമ്പോൾ ഒരു ചെറിയൊരു മടുപ്പ് വരും. അപ്പൊ നമ്മളായിട്ട് എന്ത് ചെയ്യരുത്, അങ്ങനെ ഒരു മടുപ്പ് ഉണ്ടാക്കരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, കുറച്ചായിട്ട് പരിധി വിട്ടു പോകാതെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ഓർമ്മപ്പെടുത്തുക, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, മക്കളിൽ വളർത്തിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് സ്വഹാബത്ത് എന്നുള്ളത്. സ്വഹാബത്തിനെ പോലൊരു ഉമ്മത്ത് ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. പ്രത്യേകിച്ച് സലഫുകൾ പറയാറുണ്ട്, താബിഈങ്ങൾ പറയാറുണ്ട്, ഞങ്ങളുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുള്ള കാര്യമാണ് അബൂബക്കറിനോടും ഉമറിനോടുള്ള ഇഷ്ടം. മക്കളെങ്ങനെ അത് അവരുടെ ചരിത്രങ്ങളും അവർ ചെയ്ത സേവനങ്ങളൊക്കെ പറഞ്ഞ് മക്കളുടെ ഹൃദയത്തിൽ അബൂബക്കറിനോടും ഉമറിനോടും സ്നേഹമുണ്ടാക്കുക എന്നുള്ളത് താബിഈങ്ങൾ അങ്ങേറ്റം ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ്. നമ്മുടെ മക്കളിലും ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കണം. അബൂബക്കർ ഉമർ എന്ന് പറയുന്നത് റളിയല്ലാഹു അൻഹുമ അവർ സ്വഹാബത്തിൽ മാത്രം ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ മനുഷ്യ ചരിത്രത്തിൽ തന്നെ എല്ലാ അംബിയ മുർസലീങ്ങളെ മാറ്റി നിർത്തിയാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ ഒന്നാമത്തത് അബൂബക്കറും രണ്ടാമത്തത് ഉമറും. അവരെ പോലെ മികച്ച ആളുകൾ മുമ്പും പിമ്പും കഴിഞ്ഞിട്ടില്ല, മുമ്പും കടന്നു പോയിട്ടില്ല, ഇനി വരാനുമില്ല. നബിമാരെയും മുർസലീങ്ങളെ മാറ്റി നിർത്തിയ. അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ നേരത്തെ വിശദീകരിച്ച പോലത്തെ ഉദാഹരണങ്ങൾ ആവർത്തിക്കുന്നില്ല. അതേപോലെ എന്ത് ചെയ്യുക, നമ്മൾ ഇവരെ സംബന്ധിച്ചുള്ള ഇഷ്ടങ്ങൾ മനസ്സിലെങ്കിൽ ഓരോ സാഹചര്യ ചാൻസിനനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ഇട്ടുകൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം, ചെറുപ്പം നമ്മൾ വലുതാകുമ്പോൾ നമ്മുടെ മക്കൾ എങ്ങനെ ആകണം എന്ന് ആഗ്രഹിക്കുന്നു അതേ കാര്യങ്ങൾ ചെറുപ്പത്തിൽ ഒറ്റയ്ക്ക് സാധിക്കില്ല. ചെറുപ്പത്തിൽ തന്നെ കുറച്ചായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ശീലിപ്പിച്ചു കൊണ്ടുവരാം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും നല്ല ഉദാഹരണമാണെന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മക്കളെ എന്ത് ചെയ്യണം, 7 വയസ്സായി കഴിഞ്ഞാൽ നിസ്കാരം കൃത്യമായി പാലിക്കാൻ കൽപ്പിക്കണം. 7 വയസ്സായി കഴിഞ്ഞാൽ നിസ്കരിക്കാൻ മക്കളോട് കൽപ്പിക്കണം. 10 വയസ്സായിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, അടിക്കണം എന്ന് പറയും. 10 വയസ്സാകുമ്പോൾ ഒരു കുട്ടിക്ക് നിസ്കരിക്കൽ നിർബന്ധമാവോ? ആവോ? ഇല്ല. നിസ്കരിക്കൽ നിർബന്ധം എപ്പോഴാ? പ്രായപൂർത്തി എത്തുമ്പോഴാണ്. എല്ലാ കുട്ടികളും 10 വയസ്സാകുമ്പോൾ പ്രായപൂർത്തി എത്തൂല, ചിലരെത്തും, നേരത്തെ എത്തുന്നവരുണ്ട്. പക്ഷെ 10 വയസ്സായാൽ അടിക്കണം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? ഇവൻ അതിൽ ശീലിക്കാൻ, നമ്മൾ എന്തിലായിട്ടാണോ വളരുന്നത് നമ്മൾ അങ്ങനെ ആയിത്തീരുള്ളൂ. നമ്മൾ എന്തിലായിട്ടാണോ വളരുന്നത് നമ്മൾ അതിലായിത്തീരുള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ മക്കൾ വലുതാകുമ്പോൾ എങ്ങനെ ആയി കാണാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, വളർത്തിയെടുക്കുക. നമ്മുടെ മക്കൾ ഒരുപാട് ഖുർആൻ ഓതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചെറിയ ജുസ്, അമ്മ ജുസ് മാത്രമുള്ള ചെറിയ മുസ്ഹഫുകൾ കിട്ടും. അവർക്ക് വളരെ പ്രയാസമില്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ മുസ്ഹഫുകൾ, കേടുവരാത്ത, പെട്ടെന്ന് പറഞ്ഞു പോവാത്ത അങ്ങനത്തെ മുസ്ഹഫുകൾ കിട്ടും. പ്രധാനപ്പെട്ട സൂറത്തുകൾ, ആയത്തുകളും, ആയത്തുൽ കുർസിയും അതുപോലെ തന്നെ ആമന റസൂലും, അങ്ങനത്തെ പ്രധാനപ്പെട്ട സൂറത്തുകൾ, ആയത്തുകൾക്കുള്ള ചെറിയ മുസ്ഹഫുകളും പേജുകളൊക്കെ കിട്ടും വാങ്ങിക്കാൻ. അതൊക്കെ നമ്മൾ മക്കൾക്ക് എന്ത് ചെയ്യുക, വാങ്ങിച്ചു കൊടുക്കുക, ഗിഫ്റ്റായിട്ട് കൊടുക്കുക. എന്നിട്ട് അവർക്ക് അങ്ങനെയുള്ള ഓത്തുകൾ എന്ത് ചെയ്യുക, ഖിറാഅത്തുകൾ അവർക്ക് വെച്ചു കൊടുക്കുക. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ മൊബൈൽ ഫോണുകൾ വെച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അവരെ കുറച്ചായിട്ട് അത്തരം കാര്യങ്ങൾ. നമ്മളിപ്പോ ഇൽമിന്റെ മജ്ലിസിലാണ്, ഇതിന്റെ ശ്രേഷ്ഠത നിങ്ങൾക്ക് പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ ദീൻ പഠിക്കാൻ വേണ്ടി കൂടിയിരിക്കുന്ന, അത് കേൾക്കാൻ വേണ്ടി കൂടിയിരിക്കുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ, ഹഫത്ഹുമുൽ മലായിക, മലക്കുകൾ അവരെ മൂടിപ്പൊതിയും. വനസലത് അലൈഹിമുസ് സക്കീന, അവരുടെ മേൽ സക്കീനത്ത്, അള്ളാഹുവിന്റെ സമാധാനം ഇറങ്ങും. വഗശിയത്ഹുമുർ റഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്ത് അവരെ മൂടിപ്പൊതിയും. ഒരുപാട് ശ്രേഷ്ഠതകൾ വേറെയുണ്ട്, ഞാൻ ഒരെണ്ണം മാത്രം മനസ്സിലായി. ഇത് നമുക്കറിയാം. അപ്പൊ നമ്മുടെ മക്കൾ എപ്പോഴും ഇങ്ങനത്തെ മജ്ലിസുകളിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വരുമ്പോൾ കൂടെ നമ്മുടെ മക്കളെയും കൂട്ടിക്കൊണ്ടുവരിക. നമ്മൾ വരുമ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ മക്കളെയും കൂടുതൽ കൂട്ടിക്കൊണ്ടുവരിക. തുടക്കത്തിൽ അവന് കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല, ശരി തന്നെയാണ്. ചെറിയ പ്രായത്തിൽ വലിയ ആളുകൾക്ക് പറയുന്ന സംസാരിക്കുന്ന സംസാരങ്ങൾ മനസ്സിലാവില്ല. എന്നാലും ചെറുപ്പത്തിൽ അങ്ങനെ കൊണ്ടുവന്ന് ശീലിപ്പിക്കുക. നിങ്ങൾക്കറിയോ, ഇമാം മാലിക് അല്ലെ, മാലിക്കി മദ്ഹബിന്റെ ഇമാമാണ്, നമുക്കൊക്കെ അറിയുന്ന പണ്ഡിതനാണ്.
അദ്ദേഹത്തിന്റെ ഉമ്മ എന്ത് ചെയ്യാറുണ്ട്? ചെറിയ പ്രായമായി ആകുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് തലപ്പാവൊക്കെ കെട്ടിക്കൊടുത്തിട്ട് എന്ത് ചെയ്യാറുണ്ട്? മദീന പള്ളിയിലേക്ക് പറഞ്ഞയക്കാറുണ്ട്. ആരുടെ മജ്ലിസിലേക്ക്? അന്നത്തെ മദീനത്തെ ഏറ്റവും വലിയ പണ്ഡിതനായ റബീഅത്ത് ബിൻ അബി അബ്ദുറഹ്മാൻ റഹിമഹുള്ളയുടെ മജ്ലിസിലേക്ക് ഇമാം മാലിക് റഹിമഹുള്ളയെ അദ്ദേഹത്തിന്റെ ഉമ്മ പറഞ്ഞയക്കാറുണ്ട്. ആ ഉമ്മാക്കറിയാം ഈ ചെറിയ കുട്ടി ഇത്രയും വലിയൊരു ഫഖീഹിന്റെ മജ്ലിസിൽ ചെന്നിരുന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ഉമ്മാക്കറിയാം. പക്ഷേ ആ ഉമ്മ ആ ചെറിയ കുട്ടിയെ പരിശീലിപ്പിക്കാം. ആ പണ്ഡിതൻ നോക്കി മനസ്സിലാക്കണം എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഏത് രൂപത്തിലാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ഒരു ദീനുള്ള ഒരാൾ, എങ്ങനെയൊക്കെയാണ് അയാളുടെ മൊത്തത്തിലുള്ള കാഴ്ച, പുറമേയുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ, അദബും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ നോക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇമാം മാലിക് റഹിമഹുള്ളയുടെ ഉമ്മ അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നു. അപ്പൊ ചെറുപ്പത്തിൽ അല്ലേ ചെറിയ പെൺകുട്ടികളൊക്കെ ആളുകൾ എന്തൊക്കെ കോലങ്ങളെ കെട്ടിക്കുന്നത്. വലുതായി കഴിഞ്ഞാൽ പർദ്ദയിടുമല്ലോ, മുഖം മറയ്ക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അതുവരെ അവൾക്ക് എന്തുള്ളൂ, ചാൻസ് ഉള്ളൂ, ഇപ്പോഴെങ്കിലും അവൾ ഇട്ടോട്ടെ എന്നാണ് പലരുടെയും നിലപാട്. അവൾ ഈ രൂപത്തിൽ എല്ലാം തുറന്നിട്ട് ശീലിച്ചു കഴിഞ്ഞാൽ അവൾക്ക് മറക്കുന്നത് പ്രയാസമായി തീരും എന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടിനെ തന്നെ പർദ്ദയും മുഖം നിക്കാബൊക്കെ ധരിപ്പിക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? പറ്റുന്നത് പോലെ ചെറിയ ചെറിയ പടിപടിയായിട്ട് നമ്മൾ ഉടുപ്പാണെങ്കിൽ എന്ത് ചെയ്യുക? ചെറിയ കുട്ടികളാണെങ്കിൽ അത് വാങ്ങിക്കുമ്പോൾ പുറമേക്കിടാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഫുൾ കൈ ഉള്ളതോ എല്ലാ ഭാഗങ്ങളും അറിയുന്നതോ എവിടെയും അങ്ങനെ തുറന്ന് അധികം കാണിക്കാത്തതായിട്ടുള്ള വസ്ത്രങ്ങൾ പരമാവധി പൂർണ്ണമായിട്ടും മറക്കണം എന്നല്ല പറയുന്നത്. അങ്ങനെ ഘട്ടം ഘട്ടമായി കുറച്ച് കുറച്ചായിട്ട് വീട്ടിനകത്ത് വേറെ വിഷയം, അതല്ല നമ്മുടെ വിഷയം. പുറമേക്ക് ആളുകൾ മറ്റുള്ള ആളുകൾ കാണുന്ന സന്ദർഭത്തിൽ നമ്മുടെ കുട്ടിക്ക്, നമ്മുടെ പെൺകുട്ടിക്ക് എന്നെ മറ്റൊരു ആൺ നോക്കുന്നുണ്ട്, അവൻ എന്റെ ശരീരഭാഗം കാണുന്നുണ്ട് എന്നറിയുന്നത് അങ്ങേയറ്റം പ്രയാസമുള്ള കാര്യമായി തീരണം. ഒരിക്കലും ഇന്നത്തെ പെണ്ണുങ്ങളെ പോലെ എന്നെ എങ്ങനെയെങ്കിലും ആണുങ്ങൾ നോക്കണം എന്ന മെന്റാലിറ്റി നമ്മുടെ പെൺകുട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം നമ്മുടെയാണ്. മറിച്ച് അവളെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ഭാഗവും, ശരീരത്തിനൊരു അവയവവും, അതിന്റെ ഒരു ഷേപ്പും അതിന്റെ ഒരു സൗന്ദര്യവും ഒരാളും അത് കാണാതിരിക്കണം എന്ന വാശി അവൾക്ക് വേണം. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർ വളർത്തിയെടുക്കണം. ഏറ്റവും ഭംഗിയുള്ള ഭാഗം ഏതാ ഒരു സ്ത്രീയുടെ? സാന്ദർഭിക ചോദിക്കുകയാണ്. ഒരു സ്ത്രീയുടെ ഏറ്റവും ഭംഗി, നിങ്ങൾ ഒക്കെ കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ ഏത് ഭാഗം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത്? എവിടെയൊക്കെ നോക്കാറ്? കാലിലേക്കാ നോക്കാറ്? കയ്യിലേക്കോ? മുഖത്തേക്കാ? എന്തുകൊണ്ടാ? ഒരു സ്ത്രീയിൽ ഏറ്റവും അധികം ഭംഗിയുള്ള അലങ്കാരമുള്ള ഭാഗം എന്നുള്ളത് അവളുടെ മുഖമാണ്. പല സ്ത്രീകളും എല്ലാം മറച്ചിട്ടുണ്ടാവും, പക്ഷെ മുഖം തുറന്നിട്ടുണ്ടാവും. വലിയൊരു കോട്ട കെട്ടിയിട്ട് വാതിലിൽ വെക്കാത്ത പോലെ. വലിയൊരു കോട്ട, വളരെ സ്ട്രോങ് ആണ്, കോട്ടന്റെ മതിലൊക്കെ ഭയങ്കര ഫുൾ സെക്യൂരിറ്റിയാണ്, പക്ഷെ വാതിലില്ല കോട്ടയ്ക്ക്. അതുപോലെയാണ് ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഘട്ടം ഘട്ടമായി അവർക്ക് ഈ ഒരു നാണവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? വളർത്തിയെടുക്കണം. നിങ്ങൾക്കറിയോ, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ, അവരുടെ മുറിയിലാണ് ആരുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹും അവരുടെ റൂമിലാണ് ഖബറടക്കിയിട്ടുള്ളത്, 3 പേര്. ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഖബറടക്കിയ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ സാധാരണഗതിയിൽ അവരുടെ സാധാരണ വീട്ടിനകത്തുള്ള വസ്ത്രം ധരിച്ചിട്ട് തന്നെ എന്ത് ചെയ്യാറുണ്ട്? ആ മുറിയിലേക്ക് കയറാറുണ്ട്. പക്ഷേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയതിൽ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു പ്രയാസം ഉണ്ടാവാറുണ്ട്. നേരത്തെ എന്റെ ഭർത്താവും ഉപ്പയും മാത്രമേ ഉള്ളൂ, ഇപ്പൊ വേറൊരാളുണ്ട്, മയ്യിത്താണ്, ഖബറാണത്. ആ ഖബറിനോട് പോലും ആയിഷ റളിയല്ലാഹു അൻഹ എത്രത്തോളം അവർക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ എത്രത്തോളം പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും. ആ ഉമ്മമാരെയാണ് നമ്മൾ എന്ത് ചെയ്യും? മാതൃകയാക്കേണ്ടത്. അവരാണ് നമ്മുടെ ഉമ്മമാർ, അവരാണ് നമ്മുടെ റോൾ മോഡൽ.
അതല്ലാതെ എൻ്റെ അവയവം ആരെന്ത് കണ്ടാലും എത്ര വൃത്തികെട്ടവന്മാരും എൻ്റെ ശരീരത്തിലേക്ക് നോക്കിയാലും എനിക്കൊരു പ്രശ്നമല്ല, അതൊക്കെ അവരായി അവരെ റബ്ബായി എന്ന് വിചാരിക്കുന്നവരല്ല നല്ല സ്ത്രീകൾ. നല്ല സ്ത്രീകളെന്ന് പറഞ്ഞാൽ ആരും എന്നിലേക്ക് എൻ്റെ ഒരു അവയവവും അല്ലെങ്കിൽ ഒരു സൗന്ദര്യവും ഒരു ഭംഗിയും അതെൻ്റെ ഭർത്താവിനല്ലാതെ മറ്റാർക്കും അത് ആസ്വദിക്കാൻ പറ്റരുത്. ഈ ഒരു വാശി ഉള്ളവളാണ് ഏറ്റവും നല്ല സ്ത്രീ. അതേപോലെ നമ്മൾ നമ്മുടെ മക്കളെ, പെൺമക്കളെ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വളർത്തിക്കൊണ്ടുവരണം. അതുപോലെ തന്നെ ഒരുപാട് മര്യാദകൾ നമുക്ക് പലതും അറിയുന്നതാണ്, ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലയ്ക്ക് മാത്രം പറയുന്നതാണ്. നമ്മൾ പല മര്യാദകളും പല കാര്യങ്ങളും അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും മക്കളുടെ വിഷയത്തിൽ എന്ത് ചെയ്യാറില്ല, നമ്മൾ ശ്രദ്ധിക്കാറില്ല. ചോദിച്ചാൽ പലരും ന്യായം പറയാൻ എന്താ, അവർക്ക് ഹറാമു ഹലാലൊന്നും ഇല്ലല്ലോ എന്നാ പറയാം. പക്ഷേ പ്രായപൂർത്തി എത്തുന്നത് വരേക്കും അവർക്ക് എന്തില്ല, ഹറാമും ഹലാലൊന്നും ഇല്ലല്ലോ എന്നാ പറയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരി തന്നെ, അവർക്ക് ഹറാമു ഹലാലൊന്നും ഇല്ല, പക്ഷെ നിനക്ക് ഹറാമു ഹലാലും ഇല്ലേ? അവരൊരു ഹറാമ് ചെയ്യുന്നത് കാണുമ്പോൾ അത് പ്രതികരിക്കുക എന്നുള്ളത് നിന്റെ മേൽ വാജിബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മൻ റആ മിൻകുമുൽ മുൻകറ ഫൽയുഗയ്യിറുഹു ബിയദി, നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കാണുകയാണെങ്കിൽ അവനത് അവന്റെ കൈ കൊണ്ട് എന്ത് ചെയ്യട്ടെ, അതിന് മാറ്റം വരുത്തട്ടെ. ഈ കൈ കൊണ്ട് മാറ്റം വരുത്തൽ എവിടെയാണെന്നറിയോ? പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത് നമ്മൾക്ക് അധികാരമുള്ള സ്ഥലങ്ങളിലാണ്. നമുക്ക് അധികാരമുള്ള ഒന്നാമത്തെ സ്ഥലം നമ്മുടെ വീടാണ്. വീട്ടിനകത്ത് നമ്മൾ അത് എന്ത് ചെയ്യണം? കൈകൊണ്ട് തടയാൻ സാധിക്കും നമുക്കത്. നമ്മൾ ആ വീട്ടിലെ ഗൃഹനാഥനാണെങ്കിൽ നമുക്കത് കൈകൊണ്ട് തടയാൻ സാധിക്കണം. അത് നിർബന്ധ ബാധ്യതയാണ് വീട്ടിലെ ഗൃഹനാഥനെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ മക്കൾ അവർ വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, സുബഹിക്ക് നിസ്കരിക്കാതെ കിടന്നുറങ്ങാം. വാപ്പ പള്ളിയിൽ പോകുന്നുണ്ട്, വാപ്പ എല്ലാ സുബഹിക്കും കൃത്യമായിട്ട് പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളാണ്. മകൻ പക്ഷെ എന്ത് ചെയ്യുന്നില്ല, പള്ളിയിലേക്ക് വരുന്നില്ല. മകനോട് വാപ്പാക്ക് ഭയങ്കര റഹ്മത്ത്, പാവല്ലേ, ഇന്നലെ കുറേ പഠിച്ചതാണ്, കുറേ ആ ക്ലാസ് ഈ ക്ലാസ്, കുറേ ഓൺലൈൻ ക്ലാസ്, ട്യൂഷന്, ഇതൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് കിടക്കായിരിക്കും, മോൻ ഉറങ്ങിക്കോട്ടെ. നമ്മൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ മക്കളോട് റഹ്മത്തുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവനെ വിളിച്ച് എണീപ്പിക്കുക, നിങ്ങളുടെ കൂടെ ജമാഅത്തിന് കൊണ്ടുവരില്ല. ഒരു പണ്ഡിതനോട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഉമ്മ ഫത്വ ചോദിക്കുന്നുണ്ട് ഫോൺ വിളിച്ചിട്ട്, എൻ്റെ മകനോടുള്ള റഹ്മത്ത് കാരണത്താൽ എനിക്ക് അവൻ സുബ്ഹി നിസ്കരിക്കുന്ന സമയത്ത് ഉറങ്ങുമ്പോൾ എനിക്ക് എഴുന്നേൽപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഒരു ഉമ്മ ചോദിക്കും. അപ്പൊ ഞാൻ അതിന് എന്താണ് പരിഹാരം ചെയ്യുന്നത്, എന്താ ചെയ്യേണ്ടത്, പരിഹാരം എന്താണ്? അപ്പൊ അദ്ദേഹം പറയുന്നത്, നിന്റെ വീട് ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുകയാണ്, വീടിന് തീ പിടിച്ചിരിക്കുകയാണ്, ആ വീട്ടിനകത്ത് മകനുണ്ട്. അപ്പോ ആ മകൻ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ നീ ആ മകനെ വിളിക്കില്ലേ? സ്ത്രീ പറഞ്ഞ തീർച്ചയായും വിളിക്കും. എന്നാൽ ഈ വിഷയം അതിനേക്കാൾ അപകടമാണ്, ഈ വിഷയം അതിനേക്കാൾ അപകടകരമാണെന്ന് പറയാം. നമ്മുടെ മക്കളോട് റഹ്മത്ത് കാണിക്കേണ്ടത് അവരെ ഹറാമ് ചെയ്യുന്നതിൽ അലംഭാവം കാണിച്ചിട്ടല്ല, ഹറാമ് ചെയ്യാൻ യഥേഷ്ടം വിട്ടുകൊടുത്തിട്ടല്ല. റഹ്മത്ത് കാണിക്കണം, നേരത്തെ പറഞ്ഞു, പരമാവധി വിട്ടുകൊടുക്കണം. പക്ഷെ ഒരിക്കലും ഹറാമ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മക്കളെ എത്തിക്കുന്നത് ശ്രദ്ധിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരുപാട് വിഷയങ്ങളുണ്ട്, അതെല്ലാം നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരുപാട് ക്ഷീണിച്ച് സമയം ആവാനായിട്ടുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളുടെ വിഷയം. അതായത് ഒരു സ്ത്രീ നന്നാകുക എന്ന് പറയുമ്പോൾ അവിടെ നന്നാകുന്നത് ഒരു സ്ത്രീ മാത്രമല്ല, ഒരു സമൂഹം തന്നെ നന്നാവാണ്. അത് പുരുഷന്മാരെ കൊച്ചാക്കാൻ വേണ്ടി പറയുന്നല്ല ഞാൻ. പക്ഷേ മക്കളെ വളർത്തുന്നതിൽ സ്ത്രീകൾക്ക് അത്രമാത്രം പങ്കുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞു, എന്നാലും പ്രാധാന്യം കൊണ്ട് വീണ്ടും ആവർത്തിക്കാം. നിങ്ങൾക്കറിയോ, എത്ര വലിയ വലിയ ഉലമാക്കൾ, വലിയ വലിയ മഹത്തുക്കൾ, നമ്മൾ ഇന്ന് പലരുടെയും പേര് കേട്ടാൽ റഹിമഹുല്ല എന്ന് പറയും, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള, ഈ ഉമ്മത്തിന് വലിയ ഖിദ്മത്തുകൾ ചെയ്ത് മരണപ്പെട്ടു പോയിട്ടുള്ള വലിയ വലിയ മഹത്തുക്കൾ, അവരൊക്കെയും ഈ രൂപത്തിൽ വളർത്തിയെടുത്തത് അവർ ഉമ്മമാരാണ്. നേരത്തെ നമ്മളൊരു ഇമാമിന്റെ പേര് പറഞ്ഞു, ആരാണ്?
ഇമാം മാലിക് റഹിമഹുല്ല. ഇമാം ബുഖാരി റഹിമഹുല്ലയെ ബുഖാരി ആക്കിയതാരാ? അദ്ദേഹത്തിന്റെ ഉമ്മ യതീമാണ്. ഇമാം അഹമ്മദ് റഹിമഹുല്ലയെ അഹമ്മദ് ആക്കിയതാരാ? ഉമ്മയാണ്. ഇമാം മാലിക് റഹിമഹുല്ലയെ ഇമാം മാലിക് ആക്കിയതാരാ? ഉമ്മയാണ്. എത്ര എത്ര ഉദാഹരണങ്ങളുണ്ട്. ഒരു സ്ത്രീ അവൾ മാറുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതിനേക്കാൾ ഒരു കുട്ടിയെ വളർത്തുന്നതിൽ മറ്റൊന്നും എന്തില്ല എഫക്റ്റ് ഉണ്ടാക്കൂല. ഏറ്റവും അധികം എഫക്റ്റ് അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, എത്ര സമ്പത്തുള്ള സ്ത്രീയെ നമ്മൾ ഒഴിവാക്കിയാലും, സൗന്ദര്യമുള്ള സ്ത്രീ ഒഴിവാക്കിയാലും, തറവാട്ട് മഹിമുള്ള സ്ത്രീ ഒഴിവാക്കിയാലും, നമുക്ക് ദീനുള്ള പെണ്ണ് മതി എന്ന് വിവാഹം കഴിക്കാൻ നിൽക്കുന്ന ആളുകൾ തീരുമാനിക്കണം. കാരണം അതിനേക്കാൾ ഹൈറായി നമുക്ക് കിട്ടൂല. നമ്മുടെ മക്കളൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും ഹൈറായ രൂപത്തിലായി വരാൻ ഏറ്റവും വലിയ കാരണത ആ കുട്ടിയുടെ ഉമ്മയാണ്. ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം. നമ്മളുടെ സ്വഭാവമാണ് നമ്മുടെ മക്കളിൽ വരിക, നമ്മുടെ പെരുമാറ്റമാണ് മക്കളിൽ പ്രകടമാവും. അപ്പോൾ നമ്മളിൽ മാറ്റങ്ങൾ വരുത്തണം, മക്കളിൽ മാറ്റങ്ങൾ വരുത്തണം, മക്കളുടെ ഉമ്മമാരിൽ മാറ്റങ്ങൾ വരുത്തണം. അതിനുള്ള വഴികളൊക്കെ ഒരുപാട് വഴികളുണ്ട്. ചിലത് മാത്രം ഇവിടെ സൂചിപ്പിച്ചതാണ്. സമയം ഒരുപാടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അവിടുത്തെ സഹാബത്ത്, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ, ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം. ഒരുപാട് കക്ഷികള്, പാർട്ടികള്, വിഭാഗങ്ങള്, ഗ്രൂപ്പുകള്, പലരും പലതരക്കാരാണ്, പല ആശയക്കാരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പാർട്ടിയിലാവുക, ഏതെങ്കിലും ഒരു വിഭാഗത്തിലാവുക, സംഘത്തിലാവുക എന്നുള്ളതല്ല പ്രധാനം. നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മൾ മുസ്ലിം ആയത് എന്തിനാ? അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേറൊരു ലക്ഷ്യമില്ല, ഒരു അജണ്ടയില്ല. നമ്മൾ ദുനിയാവിൽ ഒരു കാര്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൺമുന്നിലുള്ള പല ഹറാമുകൾ നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മൾ ഒഴിവാക്കൂല. നമുക്ക് ചെയ്യാൻ സാധിക്കുക ഹറാമുകൾ. പക്ഷെ നമ്മൾ അത് ചെയ്യാൻ സാധിച്ചിട്ട് ഒഴിവാക്കുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രം, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? നരകത്തിന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിനെ തൃപ്തിപ്പെടാൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മുസ്ലിം ഉമ്മത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിലായാൽ മതിയോ? പല ആളുകളും വിചാരിച്ചിട്ടുള്ള മതിയെന്ന. ഒരുപാട് വിഭാഗങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും മുസ്ലിമായി ജീവിച്ചാൽ മതി, എങ്ങനെയെങ്കിലും ഒരു മുസ്ലിമായി ജീവിച്ച് മരണപ്പെട്ടാൽ മതി എന്ന് പല ആളുകളും ചിന്തിക്കാറ്. നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വളരെ ഗൗരവമുള്ളൊരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ. ജൂതന്മാർ 71 വിഭാഗങ്ങളായി പിരിഞ്ഞിട്ടുണ്ട്. വഫ്തറഖത്തിൻ നസാറ അലാ 72 ഫിർഖ. നസാറാക്കൾ 72 വിഭാഗങ്ങളായി പിരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മത്തു അലാ 73 ഫിർഖ. എന്റെ ഉമ്മത്ത്, ഈ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിയും. എന്നിട്ട് എന്താ പറഞ്ഞു? ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണം, ഉറങ്ങിപ്പോകുന്നവരൊക്കെ ശ്രദ്ധിക്കണം. 73 വിഭാഗങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക് എല്ലാവരും സ്വർഗത്തിലാണെന്നല്ല. കുല്ലുഹാ ഫിന്നാർ, അവരെല്ലാവരും നരകത്തിൽ. എന്റെ വാക്കല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ തലവന്റെ വാക്കല്ല, ഏതെങ്കിലും ഒരു ആശയം പ്രചരിപ്പിക്കാൻ നടക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വാക്കല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. കുല്ലുഹാ ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ നരകത്ത് പോകാനാണ് മുസ്ലിമായത്? ആണോ? അങ്ങനെയാണെങ്കിൽ തോന്നിയ പോലെ നടന്നാൽ പോരെ? നമുക്ക് ചുറ്റും എത്ര ആളുകളുണ്ട്, അവർക്ക് തോന്നിയ പോലെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന എത്ര ആളുകളുണ്ട്. നമുക്ക് തന്നെ എത്ര പേരെ അറിയാം, കുടുംബക്കാരിലും കൂട്ടുകാരിലും അയൽക്കാരിലും നാട്ടുകാരിലും. അതുപോലെ ജീവിച്ചാൽ പോരെ? നമ്മൾ മുസ്ലിം ആയത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് നരകത്തിൽ പോകണ്ട, ഒരു സെക്കൻഡ് പോലും നമുക്ക് നരകത്ത് കയറണ്ട. അതുകൊണ്ടാ, ആ ഒരു ലക്ഷ്യമുള്ളതുകൊണ്ടാ. അതിന് നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. നമ്മുടെ ലക്ഷ്യം ഇതാണെങ്കിൽ നമുക്ക് അതിലേക്കുള്ള വഴിയും ഒന്നേ ഉള്ളൂ, സ്വർഗം ഒന്നേ ഉള്ളൂ,
എന്നുള്ളത് പോലെ തന്നെ, നമുക്ക് തൃപ്തിപ്പെടുത്താനുള്ള റബ്ബ് ഒന്നേ ഉള്ളൂ എന്നുള്ളത് പോലെ തന്നെ അതിലേക്കുള്ള വഴിയും ഒന്നേ ഉള്ളൂ. ഏതാണ് വഴി? നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി. ഇന്ന് നമ്മൾ ഇറങ്ങി നമുക്ക് ചുറ്റുള്ള ആളുകൾക്ക് ചോദിച്ചു നോക്കി, നരകത്ത് പോവാതെ സ്വർഗത്ത് പോകാൻ പറ്റുന്ന ഈ വഴി ഏതാ ചോദിച്ചാൽ എല്ലാ വിഭാഗക്കാരും പറയാം ഞങ്ങളുടെ വഴി, ഞാനും ഞങ്ങളുടെ ആൾക്കാരുള്ള ഞങ്ങളുടെ പാർട്ടിക്കാരുള്ള ഈ വഴി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നെന്താ, പഠിപ്പിച്ചിരുന്നെന്താ? ശ്രദ്ധിക്കണം. നരകത്തിൽ പോകാതിരിക്കാൻ ആഗ്രഹമുള്ള, അതിനുവേണ്ടി മാത്രം മുസ്ലിം ആയിട്ടുള്ള ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? മാ അന അലൈഹി യൗമ വഅസ്ഹാബി. ഇന്നേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിലുള്ളവർ. ഇന്ന രാജ്യക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല, ഇന്ന വിഭാഗക്കാരൻ ജാതിക്കാരനാണ് പറഞ്ഞിട്ടില്ല, ഇന്ന ഭാഷക്കാരനാണ് പറഞ്ഞിട്ടില്ല, ഇന്ന ദേശക്കാരൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരൊറ്റൊരു ക്വാളിറ്റിയെ പറഞ്ഞത്. ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രം അവർക്കല്ലാതെ ബാക്കി ആർക്കും അവന്റെ ഐഡന്റിറ്റിയിൽ മുസ്ലിം ആയിരിക്കും, സർട്ടിഫിക്കറ്റിൽ അവന്റെ മതം ഇസ്ലാം ആയിരിക്കും. പക്ഷെ റബ്ബിന്റെ അടുക്കൽ നമുക്ക് ഉപകരിക്കണ്ടേ? നമ്മൾ അതിനല്ലോ, നമ്മൾ ആൾക്കാരെ കാണിക്കാനല്ലല്ലോ മുസ്ലിം ആയത്. നമ്മൾ മുസ്ലിം ആയത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് നരകത്തെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ. അതിന് നമ്മുടെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്റെ വാക്കല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇങ്ങനെ ആയിട്ടില്ലെങ്കിൽ അവൻ നരകത്തിൽ പോകും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഉള്ള അതേ വിശ്വാസമാണോ നമുക്കിന്ന് നമ്മുടെ വിശ്വാസമായിട്ടുള്ളത്? ആണോ? അല്ലല്ലോ. നമ്മുടെ വിശ്വാസം എന്താ? നമ്മുടെ വല്ലുപ്പയും വല്ലുമ്മയും പറഞ്ഞന്ന വിശ്വാസം, നമ്മുടെ അടുത്തുള്ള പള്ളി മദ്രസയിൽ പഠിച്ച വിശ്വാസം, കൂട്ടുകാരും നാട്ടുകാരെന്നും പലപ്പോഴേ കേട്ട് പരിചയിച്ച വിശ്വാസം. ഇതല്ലേ നമ്മുടെ വിശ്വാസം. ഈ വിശ്വാസത്തിൽ സ്വഹാബത്തിന്റെ വിശ്വാസവുമായിട്ട് യോജിക്കുന്നതും അല്ലാത്തതും ഉണ്ടാകും. നിങ്ങൾ ശ്രദ്ധിക്കണം, വിഷയം ഗൗരവമാണ്. അതിൽ നെല്ലും പതിരും ഉണ്ടാവും. ഇത് വേർതിരിച്ച് നമ്മളിലുള്ള ശരിയെന്താണ് തെറ്റെന്താണ് എന്ന് വകതിരിവോടെ മനസ്സിലാക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അതല്ലാത്തിടത്തോളം നമുക്ക് നമ്മൾ എത്ര നിസ്കരിക്കുന്നവരായാലും, എത്ര ഖുർആൻ പാരായണം ചെയ്യുന്നവരായാലും, നമ്മൾ എന്തൊക്കെ സ്വതക്കുകൾ നൽകുന്നവരായാലും, നമ്മളെ തടി നമ്മൾ നരകത്തിന് സലാമത്താക്കിയിട്ടില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഈ ഒരു ക്വാളിറ്റി ഇല്ലാതെ മറ്റെന്ത് ക്വാളിറ്റി ഉണ്ടെങ്കിലും നമ്മൾ നരകത്തിന് രക്ഷപ്പെട്ടവരാകുന്നില്ല. ഇതെന്തിനാ പറഞ്ഞെന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും പഠിക്കണം. മക്കൾ മാത്രം പഠിച്ചാൽ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. അറിവന്വേഷിക്കുക, ദീൻ പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലും ഫരീദത്തുൻ. എന്താ ഫരീദത്തുൻ പറഞ്ഞാൽ? നിർബന്ധം. ഫർള് നിസ്കാരം എന്ന് പറയാം, അതേ വാക്കന്നെ. നിർബന്ധമാണ്. പണിക്കാരനായിക്കോട്ടെ, പണക്കാരനായിക്കോട്ടെ, തൊഴിലാളി ആയിക്കോട്ടെ, ഉടമയായിക്കോട്ടെ, ആരായിക്കോട്ടെ, എല്ലാവർക്കും മുസ്ലിം ആണെങ്കിൽ ഈ ഒരു അറിവ്, ഏതറിവ്? ഞാനിപ്പോൾ ഉള്ളത്, എന്റെ ആദർശം, എന്റെ നിലപാടുകൾ, എന്റെ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വിട്ടേച്ചു പോയ അതേ വിശ്വാസമാണോ, അതേ ആദർശമാണോ, അതേ നിലപാടുകളാണോ എന്ന് പഠിക്കൽ ഓരോരുത്തരുടെ മേലും നിർബന്ധമാണ്. അത് പഠിക്കാതെ നമ്മൾ നമ്മുടെ തടി നരകത്ത് സലാമത്താക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നാം ഓരോരുത്തരും എന്ത് ചെയ്യണം? നമ്മളിലുള്ള ശരിയും തെറ്റും നമ്മൾ വേർതിരിക്കണം. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മളിൽ ഒരുപാട് നെല്ലും പതിരും കലരുന്നത് പോലെ പലതും അത് കൂടി കലർന്നിട്ടുണ്ടാവും. ഹക്കും ബാത്തിലും നമ്മുടെ വിശ്വാസത്തിൽ ആ അടിസ്ഥാന ബോധം നമുക്കുണ്ട്. നമ്മൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ട് നിലവിൽ. ഇതെങ്ങനെ ഞാൻ തിരുത്തണം? ഇതെങ്ങനെ സ്വഹാബത്തിന്റെ വിശ്വാസം പോലെ ആക്കണം? അവരുടെ നിലപാടുകൾ പോലെ എന്റെ നിലപാട് എങ്ങനെ ഞാൻ മാറ്റണം? എന്തൊക്കെ അതിന് മാറ്റങ്ങൾ, എന്തൊക്കെ ശരിയാക്കാനുണ്ട്, കൂട്ടാനുണ്ട്, കുറയ്ക്കാനുണ്ട്? ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും വേണം. എന്നിട്ട് അതുപോലെ നമ്മൾ അതിനനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കണം. അറിയുന്ന ആളുകൾ, പണ്ഡിതന്മാരോട് നമ്മൾ ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിട്ടേച്ചു പോയതല്ലാത്ത ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്? ദീനായി സ്വീകരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ വിട്ടേച്ചു പോയ അന്ന് എന്താണോ ദീനായിട്ടുള്ളത് അതല്ലാത്തതൊന്നും ഇന്നും ദീനാവൂല, ഒരു കാലത്തും ദീനാവൂല.
നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾക്ക് ആളുകൾ പറഞ്ഞു തരുമ്പോൾ, കൂട്ടുകാരോ കുടുംബക്കാരോ നാട്ടുകാരോ ഒക്കെ പറഞ്ഞു തരുമ്പോൾ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? സ്വഹാബത്ത് അത് പ്രാക്ടിക്കലായി കാണിച്ചു തന്നിട്ട് നമ്മൾ ചോദിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വീകരിച്ചോ? ആര് പറഞ്ഞാലും സ്വീകരിച്ചോ? അത് ഞാനാകണം, ഇന്ന വിഭാഗമാകണം, ഇന്ന പാർട്ടിയാണ്, വിഭാഗമാണ്, ഒന്നും വേണ്ട. നമുക്ക് ഈ ഒരു മാനദണ്ഡം നമ്മുടെ കയ്യിൽ വേണം. ഇതാണ് ശരി, ഏത് തെറ്റേതെന്ന് മനസ്സിലാക്കാനുള്ള തുലാസ് ഇതാണ്, മീസാൻ ഇതാണ്. ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും റബ്ബിന്റെ അടുക്കൽ നിരാശരാവൂല, തോറ്റുപോകൂല, നരകത്തിന്റെ ആളുകളാവൂല. ചോദിക്കണം ഓരോ കാര്യങ്ങൾ. അത് ഏത് ഉസ്താദ് പറഞ്ഞോട്ടെ, എത്ര വലിയ ആളായിക്കോട്ടെ, ഏത് വിഭാഗക്കാരനായിക്കോട്ടെ, ദീനായിക്കൊണ്ട് എന്തൊരു കാര്യം ആര് പറയുമ്പോഴും നമ്മൾ അവിടെ ചോദിക്കണം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നതാണോ, സ്വഹാബത്ത് പ്രവർത്തിച്ച് കാണിച്ചെന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ആര് പറഞ്ഞാലും, ലോകത്തെല്ലാവരും ദീനായി വിശ്വസിച്ചാലും കൊണ്ടു നടന്നാലും ഞങ്ങൾ അത് ദീനായി കൊണ്ടു നടക്കൂല, വിശ്വസിക്കൂല. ഈ ഒരു നിലപാട് നമുക്ക് വേണം. ഈ ഒരു നിലപാടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിജയത്തിന് ഒന്നാമത്തെ പടി ചവിട്ടാണ്. ആ ഒരു നിലപാടിലേക്ക് എത്തുന്നത് വരേക്കും നമ്മുടെ അവസ്ഥ എന്താ അള്ളാഹു അറിയാം, അള്ളാഹുവിനെ അറിയുള്ളൂ. നമ്മളിപ്പം ഇന്ന് മരണപ്പെട്ടാൽ, ഇന്ന് നമ്മുടെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ആഖിറത്തിലെ അവസ്ഥ? നമ്മൾ ഈ വിശ്വാസത്തിലാണെങ്കിൽ അൽഹംദുലില്ലാ, നമുക്കൊന്നും പേടിക്കാനില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും പോരായ്മകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിലും, എന്തെങ്കിലും അബാധകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിലും റബ്ബ് പുറത്തു തരും. അവൻ അങ്ങേയറ്റ റഹ്മത്തുള്ളവനാണ്. പക്ഷെ ഈ ഒരു ക്വാളിറ്റിയിലേക്ക് ഒരാൾ എത്തിയിട്ടില്ലെങ്കിൽ അവൻ ആ വലിയ റഹ്മത്ത് കിട്ടൂല. നമ്മൾ ശ്രദ്ധിക്കണം, റബ്ബിന്റെ റഹ്മത്ത് അത്രയും വലുതാണ് എന്നതുപോലെ തന്നെ റബ്ബ് അങ്ങേയറ്റം കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു ഖുദ്സിയ ഹദീസിൽ പറയുന്നത്, യബ്ന ആദം, മനുഷ്യ, ആദമിന്റെ മകനെ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, നീ എന്റെ അടുക്കിലേക്ക് ഖിയാമത്ത് നാളിൽ വരുന്നത് ഭൂമി നിറയെ തിന്മകളുമായിട്ട്. സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈആ, എന്നിട്ട് നീ എന്നെ കണ്ടുമുട്ടുന്നത് എന്നിൽ യാതൊന്നിനെയും ശിർക്ക് ചെയ്യാത്ത അവസ്ഥയിലാണ്. അങ്ങനെയാണെങ്കിൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറതൻ, ആ ഭൂമി നിറയെ മഗ്ഫിറത്തുമായി ഞാൻ നിന്റെ അടുക്കലേക്ക് വരും. അള്ളാഹു പുറത്തു തരും. നമുക്ക് എത്ര പോരായ്മകൾ ഉണ്ടെങ്കിലും പുറത്തു തരും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പുറത്തു തരും. എങ്ങനെയാണെങ്കിൽ, ഇങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിട്ടേച്ചു പോയ അതേ വിശ്വാസത്തിലാണെങ്കിൽ, അതേ ആദർശത്തിലാണെങ്കിൽ, അതേ നിലപാടുകളിലാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പോരായ്മകൾ വേറെ ഉണ്ടെങ്കിലും റബ്ബ് പുറത്തു തരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അങ്ങനെ ആണോ പരിശോധിക്കണം. ഓരോരുത്തരും പരിശോധിക്കണം. എന്നിട്ട് നമ്മുടെ കുടുംബക്കാർക്ക് ആ വിശ്വാസം പറഞ്ഞു കൊടുക്കണം, കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം, നാട്ടുകാർക്കും അയൽക്കാർക്കൊക്കെ ആ വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കണം. ആ വിശ്വാസത്തിനെതിരാകുന്ന കാര്യങ്ങൾ എവിടെ കണ്ടാലും നമ്മൾ പ്രതികരിക്കണം. അത് സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ നമ്മെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പരിശ്രമിക്കണം. ഇത് ഓരോരുത്തരുടെ മേലും നിർബന്ധമാണ് ബാധ്യത. ഇതൊരിക്കലും പള്ളിയിലത്തെ ഉസ്താദ് മാത്രം പഠിച്ചിരിക്കേണ്ട കാര്യമല്ല, ഖുത്ബ പറയുന്ന ഖതീബ് മാത്രം പഠിച്ചിരിക്കേണ്ട കാര്യം. ഇത് ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ ഒരു ക്വാളിറ്റിയിലേക്ക് എത്താനും, അങ്ങനെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുന്ന നാളിൽ ഒരിക്കലും നരകശിക്ഷ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഉൾപ്പെടാതിരിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കും. നമ്മൾ ശ്രദ്ധിക്കണം. ചുരുക്കി പറയാം, അവസാനിപ്പിക്കുകയാണ്, വീണ്ടും ആവർത്തിക്കുകയാണ്, പഠിക്കാതെ സ്വർഗത്ത് പോകാൻ പറ്റൂല. ഇൽമില്ലാതെ, നിങ്ങൾക്കൊന്നും അറിയാതെ, നിങ്ങൾ എങ്ങനെ ജനിച്ചോ അങ്ങനെ തന്നെ കേട്ടതും അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ടതൊക്കെ സ്വീകരിച്ചും തള്ളിക്കളഞ്ഞും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് തോന്നിയതുപോലെ മുന്നോട്ട് പോയി അങ്ങനെ മരണപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് നരകത്തിൽ രക്ഷപ്പെടാൻ സാധിക്കൂല. അതിന് പഠിക്കുക തന്നെ വേണം. പഠിക്കാതെ സാധിക്കൂല. പഠിക്കണം. അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വഴി എന്താ? അറിയില്ലെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഉറപ്പില്ലാതെ നിങ്ങൾ ഒരു കാര്യം വിശ്വസിക്കരുത് ദീനായിട്ട്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് നരകത്തിന് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഉറപ്പില്ല, ഇത് ദീനാണെന്ന് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങൾക്കത് ദീനാണെന്ന് ഉറപ്പില്ലെങ്കിൽ ദീനായിട്ട് സംസാരിക്കണ്ട. നിങ്ങൾക്കത് ദീനാണെന്ന് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ ദീനായിട്ട് അത് പ്രവർത്തിക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഈ ഒരു മെന്റാലിറ്റിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എളുപ്പമാണ്, ബാക്കിയൊക്കെ എളുപ്പം.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ചോദിക്കും. ഓരോന്നും വരുമ്പോൾ, ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ചോദിക്കും, ഇവിടെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇവിടെ ഈ രൂപത്തിലാണോ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ ഇങ്ങനെയാണോ വിശ്വസിക്കേണ്ടത്, ഓരോന്നിനും ചോദിക്കും. അങ്ങനെ ചോദിച്ച് 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 തന്നെയാണ് പഠിക്കുക. അങ്ങനെ തന്നെ നരകത്തിന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. ഇന്നമാ ഷിഫാഉൽ അയ്യി അസ്സുആൽ. അറിവില്ലായ്മയുടെ മരുന്ന് എന്ത് മാത്രമാണ്? ചോദിക്കൽ മാത്രം. വേറൊന്നും അതിന് മരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കണം. അതിന് സാധിക്കുന്നവർ അൽഹംദുലില്ലാ വലിയ ഹൈറാണ്. പക്ഷെ എല്ലാവർക്കും അതിന് സാധിച്ചോളന്നില്ല. ജോലി തിരക്കുകൾ, മറ്റൊരുപാട് പ്രാരാബ്ദങ്ങളുള്ള ആളുകളുണ്ട്, വീട്ടിലെ പണികളുള്ള സ്ത്രീകളുണ്ട്. എല്ലാവർക്കും സാധിച്ചോളന്നില്ല. അപ്പോൾ ഓരോ സന്ദർഭം വരുമ്പോൾ ഉടനെ തന്നെ ചോദിക്കുക. ആരോട് ചോദിക്കണം? ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിവുള്ള ആളുകളോട്. ഈ നിലപാടിലാണ് ഖുർആനും സുന്നത്തും സഹാബത്ത് മനസ്സിലാക്കിയത് എങ്ങനെയാണോ അങ്ങനെ മാത്രം ഖുർആനും സുന്നത്തും പറഞ്ഞു തരുന്ന ആളുകൾ, അവരോട് മാത്രം ചോദിക്കാം. ദീൻ പറയുന്ന എല്ലാവരും കേൾക്കാൻ നിൽക്കരുത്. ശ്രദ്ധിക്കണം. അയാൾ നല്ലതല്ലേ പറയുന്നത്, ഖുർആന്റെ ആയത്തല്ലേ പറയുന്നത് എന്ന് പറഞ്ഞ് എല്ലാവർക്കും ചെവി കൊടുക്കാൻ നിൽക്കരുത്. വളരെ അപകടമാണ്. ഖുർആനിന്റെ ആയത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ, എങ്ങനെ പ്രാക്ടിക്കലാക്കി കാണിച്ചെന്നുവോ അങ്ങനെ തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്ന ആളുകൾ, അവരിൽ നിന്ന് മാത്രമേ ദീൻ സ്വീകരിക്കൂ. ബാക്കി ആരും, അവരെത്ര വലിയ ഉസ്താദായി വാഴ്ത്തപ്പെടുന്ന ആളാണെങ്കിലും അവർ ദീൻ സ്വീകരിക്കപ്പെടാൻ അർഹരല്ല. വളരെയധികം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു ഉപദേശം, അത് ആദ്യമായി എനിക്കും പിന്നീട് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്, ഇത് കൃത്യമായി മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി അങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടുന്ന നാളിൽ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളായി തീരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇത്രയും നേരത്തെ നിങ്ങളുടെ ഈ ഒരു ക്ഷമയോടുകൂടെ, ഉറക്കം വന്നിട്ടും ക്ഷീണം വന്നിട്ടും